അള്ളാഹുടെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ വാഖിയത്തെ 80ാമത്തെ ആയത്ത് നാലട്ടിಗೆ ചൊല്ല് തൻസീലും മിർ റബ്ബിൽ ആലമീൻ അഫബിഹാദൽ ഹദീസ് അൻതും മുദ്ഹിനൂൻ വതജഅലൂന റിസ്ഖക്കും അന്നകും തുകദ്ദിബൂൻ. തൻസീലും മിർ റബ്ബിൽ ആലമീൻ, ഈ പരിശുദ്ധ ഖുർആനിൽ ചൊല്ലത് അത് പടച്ചുറപ്പ് കടത്തിയ ഗ്രന്ഥായിട്ടിക്കറ്. ലോകത്തെ ഇടീ പരിപാലനാക്കടോ, ರೋಗത്തെ ആൾമാരെ ആഹാരം കൊടുത്തിട്ട് നിയന്ത്രണാക്കടോ, ആ റബ്ബ് കടത്തി ഗ്രന്ഥായിട്ടിക്കറി പരിശുദ്ധ ഖുർആൻ. ഇതൊന്നും വെറുതെ ഒരു മായാജാലന്തോ അല്ല, പൊട്ടീസെന്തും ചൊല്ലതല്ല. ഇത് പടച്ചുറപ്പടെ പലക്കായിട്ടിക്കറ് ചൊന്നിട്ടായിട്ടിക്കറ്. സൂറത്തുൽ വാഖിയ 80ാമത്തെ ആയത്ത് അള്ളാഹു ചൊല്ല്. മഹാനായ ഇമാം തുർമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കിയ ഒരു ഹദീസിലുണ്ട്, മഹാനായ ഹാരിസുൽ അഅ്വർ റളിയല്ലാഹു അൻഹു അയാൾ ചൊല്ലു, നാനൂക്ക മദീനത്തെ നാനൂക്ക പള്ളിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോ കുറെ ആൾമാർ പള്ളിയിൽ വെച്ചിട്ട് പലക്ക പറഞ്ഞോണ്ടുള്ള അങ്ങ് ഖുർആൻ ഓതുല്ല, അതേപോലെ പ്രത്യേകമായ ദിക്റുകളൊന്നും ചൊല്ലില്ല, വെറുതെ ഇങ്ങനെ പലക്ക പറഞ്ഞുകൊണ്ടുള്ള മഹാനായ ഹാരിസുൽ അഅ്വർ റളിയല്ലാഹു ചൊല്ല്. അങ്ങനെ അയാളെന്താക്കി ഇട്ടുകൊണ്ടുണ്ട മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് ആയിട്ട് രണ്ടത്തെ ഖലീഫ അയാളെ മുട്ട പോയിട്ട് അലി റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു, അലി റളിയല്ലാഹു അൻഹു അലാ തറന്നാസ ഖദ് ഖാലു ഫിൽ അഹാദീസ്, മനുഷ്യന്മാരെല്ലാം പള്ളിയിൽ വെച്ചിട്ട് അനകത്തെ ചർച്ചയാക്കേണ്ടുള്ളാറ്, വെറുതെ കുറെ ചർച്ചയിലിങ്ങനെ ആൾമാർ കൂടി പോയിടാറ്. ഒന്നും നീங்க കണ്ടില്ലേ ചൊന്നിട്ട് അലി റളിയല്ലാഹു അൻഹു ഗമനത്ത് കയ്യിൽ കൊമ്പുണ്ട്. അപ്പൊ അലി റളിയല്ലാഹു അൻഹു കേക്കട്, ഓ അങ്ങനെ ആക്കിയാറാ പള്ളിയിൽ ആൾമാർ അനകത്തെ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ആക്കിയാറാ. ഖുർആൻ ഓതുനുകായ ഉള്ള പള്ളി, ദിക്റെടുക്കുള്ള പള്ളി, സ്വലാത്ത് ചൊല്ലുനുള്ള പള്ളി, ഈ പള്ളിയുടെ ആൾമാർ അനകത്ത് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ആക്കിയാറാ ചൊന്നിട്ട് എടുത്തു. എന്നിട്ട് അയാൾ ചൊല്ലു, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചൊല്ലു, അമാ ഇന്നി ഖദ് സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നാന് നബി തങ്ങ ചൊല്ലെ പലക്ക നന്റെ കാതുകൊണ്ട് നാന് കേട്ട. ആര് ചൊല്ല്? അലി റളിയല്ലാഹു അൻഹു ചൊല്ല്. നബി തങ്ങ ചൊല്ലെ പലക്ക നാന് നന്റെ കാതുകൊണ്ട് നാന് കേട്ട. എന്തിനെ ചൊല്ലുന്നെങ്കിൽ അലാ ഇന്നഹാ സതകൂനു ഫിത്ന, ഇനി പിന്നത്തെ കാലത്തില് ധാരാളം ഫിത്നകളായിട്ട് പിന്നെ പറഞ്ഞുകൊണ്ടു. ഇത് മുന്നത്തെ കാലം പോലെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലവും സ്വഹാബത്തും താബീഉം തബഉ താബീഉം ഇത് കഴിഞ്ഞിട്ടായെങ്കിൽ ധാരാളം ഫിത്നകൾ ഈ ദുനിയാവിലു പറഞ്ഞുകൊണ്ടു ചൊന്നിട്ട് ഇങ്ങനെ നബി തങ്ങൾ ചൊല്ലുന്നു. ആ ചൊല്ലുമ്പത്തുകു അലി റളിയല്ലാഹു അൻഹു ചൊല്ല്, നാണ് നബി തങ്ങളെ കേട്ട മൽ മഖ്റജു മിൻഹാ യാ റസൂലല്ലാഹ്, നബിയെ അങ്ങനെ പറമ്പത്തുക ನನಗೆ ಅದರ ತೊಟ್ಟು ಸಲಾಮತ್ ಎಂದರೆ ನಾನು ಕೇಟ ನಬಿ ತಗಲಟ್ಟಿಗೆ ಈಗಿನ ಪಲನಂತ ಫಿತ್ನೆಗಿನ ಬರಬತ್ತುಗು ಸಲಾಮತ್ತುಗುಲ್ಲೆ ವೇ ಎಂದರೆ ನಾನು ಕೇಟ. ಅಪ್ಪ ನಬಿ ತಗಲಟ್ಟಿ ಸುಂದರ ಪಲಕಂದ್ರೆ ಚೊಂದನಾಗಿಲಿ ಕಿತಾಬುಲ್ಲಾ ಪಡಚರಪಡ ಗ್ರಂಥ ಇಟ್ಟಿಕ್ಕಿರ. ಆ ಸಂದರ್ಭದಲ್ಲಿ ಪರಿಹಾರ ಮಾರ್ಗ ಒಂದು ಮಾತ್ರ ಇಟ್ಟಿಕ್ಕಿರ, ಅಲ್ಲಾಹುಡೆ ಗ್ರಂಥ ಇಟ್ಟಿಕ್ಕಿರಿ. ಆ ಗ್ರಂಥ എടുത്തിട്ട് ഓതലായിട്ടിരിക്കുന്ന ഏറ്റവും വലിയ പരിഹാര. എന്നിട്ട് നബി തങ്ങ അപ്പൊ ചൊല്ലുന്നു, ആ നബി തങ്ങ ഖുർആന്റെ മഹത്വം ചൊല്ലിട്ട് ചൊല്ലു, ഫീഹി നബഉ മാ കാന ഖബലകും വഖബറു മാ ബഅദകും. ആ പരിശുദ്ധ ഗ്രന്ഥത്തിൽ ഖുർആനിൽ മുന്നത്തെ ആൾമാർ അമ്പിയാക്കന്മാരെ ചരിത്രക ഖുർആനിൽ അല്ലാഹു വെളിപ്പാട്ടില്ല. എന്നിട്ട് മാത്രമല്ല, ഇനി പിറവുപെട്ട ആൾമാരെയും പിറവുപെട്ട സമുദായത്തിന്റെ വിഷയവും അതേപോലെ ഖിയാമത്ത് നാളിലെ വിഷയവും അതേപോലെ ഖിയാമത്ത് നാളിൽ സംഭവിക്കുന്ന വിഷയവും എല്ലാം പടച്ചുറപ്പ് ആ ഖുർആനിൽ ചൊല്ലി വെച്ചരാം. എന്തെല്ലാം കൂടെ സയന്റിസ്റ്റുമാർ കണ്ടുപിടിക്കുന്നുണ്ടാ, എന്തെല്ലാം കണ്ടുപിടിച്ചിട്ടായിടാ എല്ലാം ആ ഖുർആൻ പ്രതിപാദനാക്കൊണ്ട് കൊണ്ടുവന്നിട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു. എന്നിട്ട് മാത്രമല്ല, വഹുക്കുമു മാ ബൈനക്കും, നിങ്ങളിൽ മാത്തു എന്തെങ്കിലും ഒരു തർക്കം വന്നിട്ടുണ്ടെങ്കിലും ഹക്കും ബാത്തിലെയും വേർതിരിക്കുമ്പോഴത്തെ നിയമവും പടച്ചുറപ്പ് ആ ഗ്രന്ഥത്തിൽ ചൊല്ലി വെച്ചരാം. ലൈസ ബിൽ ഹസൽ, അതൊന്നും പൊട്ടീസെന്തോ അല്ല ഖുർആൻ ചൊല്ലത്. നബി തങ്ങൾ അലി റളിയല്ലാഹു അൻഹു ചൊല്ലെ അതൊന്നും പൊട്ടീസെന്തോ അല്ല,
വെറും ലാട്ടുപോട്ടൊന്നുമല്ല ഖുർആൻ ചൊല്ലുന്നുണ്ടെങ്കിൽ മൻ തറകഹു മിൻ ജബ്ബാരിൻ ഖസമഹുല്ലാഹ് വർത്തമാത്തു അഹങ്കാരത്തോടു കൂടെ ഖുർആൻ ഇട്ട് കഴിച്ചുണ്ടായെങ്കിൽ അവൻ ഹലാക്കായി പോവാ ചൊന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു. ഖുർആന്റെ ഇൻസൾട്ട് ആയിട്ട് എടുത്ത കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ ഹലാക്കായി പോവാ മാത്രല്ല ഖതഉല്ലാഹു വഅബഅദഹു അൻ റഹ്മതിഹി അല്ലാഹു തആല അവന്റെ റഹ്മത്ത് തൊട്ട് അവന്റെ ദൂരെ ഓടുപാട്ടുക അല്ലാഹുവിന്റെ റഹ്മത്ത് അവന് കൊടുക്കല. ഖുർആന്റെ ഇൻസൾട്ട് ആക്കി കൊടുക്കൂ ഖുർആന്റെ ഒരു നീചമായ നിലക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അവന്റെ അല്ലാഹു തആല ഒരിക്കലും റഹ്മത്ത് അവന് കൊടുക്കല ചൊന്നിട്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെളിപ്പാടി. ഇതെല്ലാം ചൊല്ലുമ്പത്തുകൂ ഞങ്ങളിടയിൽ ഒരു വിഷയം നിങ്ങൾ അർത്ഥാക്കി വെക്കണം. ഇന്നിപ്പ എൻഗേജ്മെന്റിനോട് നടക്കുമ്പത്തുക ആ ഖുർആാനക്കും പോയിട്ട് ഖുർആന്റെ ഒരു ഇൻസൾട്ട് ആക്കരുത് കാണുമ്പത്തുകൂ ഞങ്ങളെ കുടുംബത്തിൽ അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അതിർന്നങ്ങ് നിപ്പാട്ടിട്ടേ വേണു, അതിർന്നങ്ങ് എതിർത്തിട്ടേ വേണു. കാരണം എന്താ ചൊന്നുണ്ടെങ്കിൽ ഖുർആൻ കൊണ്ടൊരു കലിയായിട്ട് ഇപ്പൊ നടന്നുകൊണ്ടില്ലേ, ഖുർആൻ കൊണ്ടിട്ട് ഒരു ഇൻസൾട്ട് ആയിട്ട് ഇങ്ങനെ നടന്നിട്ടില്ലേ, ഖുർആൻ കൊണ്ടിട്ട് ഒരു ഇൻസൾട്ട് ആയിട്ട് നടക്കുന്നുണ്ടെങ്കിൽ നബി തങ്ങൾ ചൊല്ലുന്നു ഖതഉല്ലാഹു വഅബഅദഹു അൻ റഹ്മതിഹി അല്ലാഹു തആല അവർക്ക് റഹ്മത്ത് കൊടുക്കല. അല്ലാഹുവിന്റെ റഹ്മത്ത് തൊട്ട് അല്ലാഹു ഓടുപാട്ടുവാ ചൊന്നിട്ടായിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെളിപ്പാടിച്ചു. എന്നിട്ട് മാത്രല്ല അതെ ഒരുത്ത ഹിദായത്തിനെ സന്മാർഗത്തെ തേടുകൊള്ളേ ഏറ്റവും വലിയ റൂട്ടായിട്ട് ഈ പരിശുദ്ധ ഖുർആൻ ചൊല്ലത്. എന്നിട്ട് മാത്രല്ല ഈ ഖുർആൻ എത്ര ഓതിണ്ടായെങ്കിലും എത്ര ഇതിനെ പഠിച്ചിട്ടുണ്ടായെങ്കിലും അതേ പണ്ഡിതന്മാർക്ക് അതിന് പേർ നിറയല ചൊന്നിട്ടായിട്ട് ചൊന്നുണ്ടായെങ്കിലും എത്ര ഖുർആൻ ഇങ്ങനെ പഠിക്കുമ്പോഴത്തേക്കും പിന്നെയും ആശയോടെ ഇട്ടിക്കര് ഇനിയും പഠിക്കുക ചൊന്നിട്ടു. അങ്ങനെ ആശാവുമ്പോഴത്തെ ഒരു ഗ്രന്ഥായിട്ടിക്കര്, അങ്ങനെ മനുഷ്യന്മാർ പണ്ഡിതന്മാർ കൊതിക്കുമ്പോഴത്തെ ഒരു ഗ്രന്ഥായിട്ടിക്കര് ഈ പരിശുദ്ധ ഖുർആൻ ചൊന്നിട്ടു. ഈ ഖുർആൻ എത്ര ഓതിയുണ്ടായെങ്കിലും ഇത് പലതാവല ചൊന്നിട്ടുണ്ടെങ്കിലും ഞങ്ങ ഒരു ന്യൂസ് പേപ്പർ കിട്ടുണ്ടായെങ്കിൽ ഓർക്ക ഓതുക, പിന്നെ പുസ്തകത്തിക്ക് ഓതുക ഇല്ല, പിന്നെ അതിൽ തൊട്ടു നോക്കല. പിന്നെ ഒരു ബുക്ക് മാത്രം ഓതിണ്ടായെങ്കിൽ പിന്നെയും അതിന് ഓതോദിക്കില്ല, അത് ഓതിട്ട് ചീത്ത ചൊന്ന പേരിക്കണം. അതേ സന്ദർഭത്തില ഖുർആൻ അങ്ങനല്ല. ഖുർആൻ ചൊന്നിട്ടുണ്ടെങ്കിൽ എത്ര ഓതിയെങ്കിലും പിന്നെ ഓതുക ചൊന്നിട്ടായിട്ട് മനസ്സിക്ക് വേണ്ട ಹೊರತು ഇതൊന്നും ഓർക്കും പലാവല ചൊന്നിട്ടായിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്ത് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വെളിപ്പാടിച്ചു. എന്നിട്ട് മാത്രല്ല വലാ തൻഖലി അജായിബുഹു ഈ ഖുർആന്റെ അതിശയം, ഖുർആനിലുള്ള അതിശയം ഒരിക്കലും തീർന്നു പോണ്ട വിഷയം അല്ല. അത്രയും വലിയ ഗ്രന്ഥായിട്ട് ഖുർആൻ ചൊന്നിട്ടു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹു ചൊന്ന സംഭവം അലി റളിയല്ലാഹു അൻഹു അവർ റളിയല്ലാഹു അൻഹു ചൊന്നു ഇതായിട്ട് പരിശുദ്ധ ഖുർആൻ ഇങ്ങനെല്ലാം ഇക്കുമ്പത്തും ആ ഖുർആന്റെ ഇത്തിബായിട്ട് നടക്കണോ ചൊന്നിട്ടു. മഹാനായ അവർ റളിയല്ലാഹു അൻഹു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പഠിപ്പാടിച്ചു. നിങ്ങൾ നോക്കൂ ഖുർആൻ ഒരു വിഷയം ഞങ്ങളെ മുന്നിൽ ചൊല്ലുമ്പോഴത്തേക്കും അതിനൊരു ഇൻസൾട്ട് ആയിട്ട് നിങ്ങൾ കാണത്തീരാ ചൊന്നിട്ടായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ഉദാഹരണം നടത്തുന്നത്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മുന്നോലും ഖുർആൻ വെച്ചിട്ട് ഒരു ഉപദേശം ചൊന്നിട്ടാകുക ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കാമ മുണ്ടാട്ട് റിട്ടേൺ പോയിട്ട് ചൊന്നിട്ടായിട്ട് ചരിത്ര വെളിപ്പാട്ടുണ്ടായെങ്കിലും അൻസാരിയായ പെണ്ണിങ്ങ ചൊന്നിട്ടുണ്ടെങ്കിൽ മദീനത്തെ പെണ്ണിങ്ങ, ആ മദീനത്തെ പെണ്ണിങ്ങ പരിശുദ്ധ ഖുർആനുമാത്തു ഒരു നിയമമാത്തു ചൊന്നിട്ടുണ്ടെങ്കിൽ അതിനെ തെല്ല് പോലും അപ്പരവിടെ പൊന്തല ചൊന്നിട്ടായിട്ട് മഹാനായ ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ല് അത്രയും ഖുർആന്റെ സാക്ഷി തപ്പാണ്ട് പാലനാക്കട പെണ്ണിങ്ങായിട്ട് മദീന നിവാസിയായ പെണ്ണിങ്ങ ചൊന്നിട്ടായിട്ട് മഹാനായ ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലു. ആ മദീനത്തെ പെണ്ണിങ്ങക്ക് ഹിജാബിന്റെ ആയത്ത് ബന്ധു, തലമറക്കണോ ചൊല്ലിന്റെ ആയത്ത് ബന്ധു, തലമറക്കണോ ചൊല്ലിന്റെ ആയത്ത് പരിശുദ്ധ ഖുർആന്റെ സൂറത്തുൽ അഹ്സാബിന്റെ 51 ആയത്തായിട്ട് ആയത്തിൽ അല്ലാഹു തആല ചൊന്ന യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന ദാലിക അദ്നാ അൻ യുറഫന ചൊല്ലിന്റെ ഈ ഹിജാബിന്റെ ആയത്ത് ബന്ധപ്പ തല ഫുള്ളായിട്ട് മറക്കണോ മുഖ മറക്കണോ ചൊല്ലിന്റെ ആയത്ത് ബന്ധപ്പ ഖറജ നിസാഉൽ അൻസാരി റിദ്വാനുല്ലാഹി അലൈഹിന്ന മുഖ്തമിറാത്തിൻ കഅന്ന അലാ റൂസിനൽ ഗർബാൻ മിനൽ അക്സിയ. മഹാന്മാരായ ഇമാമികൾ ചൊല്ലാറ് ഈ ആയത്ത് ഇറങ്ങലോട് കൂടെ ഹിജാബിന്റെ ആയത്ത് ഇറങ്ങലോട് കൂടെ
മദീന നിവാസിയായ പെണ്ണിങ് അങ്ങനെ തല പിന്നെ ഓപ്പൺ ആക്കിട്ടിക്കലാ ചെന്നിട്ടായിട്ടിക്കരും. അത്രയും ജാഗ്രതയോട് കൂടെ ഖുർആൻ പടച്ചുറപ്പ് ഞങ്ങളിട്ട് ഒരു പളക്ക ചൊന്നല്ലേ, പടച്ചുറപ്പ് ഞങ്ങളിട്ട് തലമറ കൊടുക്കു ചൊന്നല്ലേ, ഞങ്ങളെ നെഞ്ഞുമറ കൊടുക്കു ചൊന്നല്ലേ. ആയ കാരണത്തില ഞങ്ങൾ എന്താക്കില്ല, ഇനി ഞങ്ങളെ മുടി കാട്ടിട്ട് ജീവിക്കില്ല ചെന്നിട്ടു മഹാന്മാരായ അൻസാരിയായ പെണ്ണിങ്ങ അത്രയും ജാഗ്രതയാക്കിയാറ് ചൊന്നിട്ടായിട്ടിക്കരുത്. ഈ ആയത്തിനെ വ്യാഖ്യാനാക്കിയിട്ട് മുഫസ്സിരൊക്കെ വെളിപ്പാട്ടാറ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഖുർആൻ ഇട്ടിക്കുള്ള ഒരു അറ്റാച്ച്മെന്റ് ആയിട്ടിക്കരുത്, ഖുർആൻ ഇട്ടിക്കുള്ള ഒരു പിർസായിട്ടിക്കരുത്. ആറ് പടച്ചുറപ്പ് ഞങ്ങളിട്ട് സ്വന്തം പലക്കായിട്ടിക്കരുത്, പടച്ചുറപ്പായിട്ടിക്കരുത് ഞങ്ങളിട്ട് ഓർഡർ ആക്കിയത്. ആ പടച്ചുറപ്പായിട്ടിക്കരുത് ഞങ്ങൾ കുടിക്കുറവ് തണ്ടവണു, ആ റബ്ബായിട്ടിക്കരുത് ഞങ്ങൾ തിന്നുണവ് തണ്ടവണു, ഓക്സിജൻ തണ്ടവണു അവനായിട്ടിക്കരുത്. എന്നിട്ട് ആ പലക്ക റബ്ബുടെ പലക്കത്തെ ധിക്കാറായിട്ട് നടക്കറേ ഞങ്ങളുടെ സ്വഭാവമല്ല ചൊല്ലേ. ആ നിലക്ക് മദീന നിവാസിയായ പെണ്ണിങ്ങ തല പിന്നെ എല്ലാ നാളും നോക്കുമ്പോഴത്തേക്കും തലയുടെ മേല് ഒരു കാക്കി വെച്ച പോലെ എപ്പോ നോക്കിയെങ്കിലും തല മറന്നിട്ടിക്കുവാറ്, മുടി മറന്നിട്ടിക്കുവാറ് ചെന്നിട്ടായിട്ടിക്കര് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ വെളിപ്പാട്ടാറ്. എന്നിപ്പോ നോക്കുമ്പോഴത്തേക്കും സുബ്ഹാനല്ലാഹ് റീസെന്റ്ലി ആയിട്ട് ഒരു മങ്ങിലത്ത് നാണ് കൂടിയ. ആ മങ്ങിലത്ത് കൂടിയപ്പോ സുബ്ഹാനല്ലാഹ് നാട് കെടുമ്പോഴത്തെ അമുസ്ലിമീങ്ങളെ പോലും നാട് കെടുത്തുമ്പോഴത്തെ ഒരു മങ്ങിലായിട്ടിക്കര്. എന്നിപ്പോ ഞങ്ങളുടെ സമുദായത്തില് VIP ഉള്ള ആൾമാരുടെ മങ്ങില നടന്നുകൊണ്ടുള്ളത്. അങ്ങനെ മുന്നോട്ട് നിക്കാഹ് കഴിഞ്ഞിട്ട് ആ നിക്കാഹെല്ലാം ആയാൽ പിന്നെ പുതിയാപ്പിളുടെ വീട്ടുകൂടെ കുട്ടിയപ്പെട്ടാറ് കൊണ്ടുണ്ട നല്ല ബാലകർത്തിയായ പെൺമക്ക വന്നിട്ടായിട്ടിക്കര് പുതിയാപ്പിളുടെ ഇടീ സദസ്സുക്ക് നിക്കാഹാവിടെ നടക്കര്. ആ സദസ്സുക്ക് വന്നിട്ട് കുട്ടിയെ കൊണ്ടായിട്ടിക്കര് തലമറക്കില്ല, മുടിമറക്കില്ല, മുഖമറക്കില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥ ആയിട്ടിക്കര് ഞങ്ങളുടെ സമുദായത്തിടയിൽ VIP നടക്കുന്ന ആൾമാർ അഹങ്കാരത്തോടു കൂടെ ഇങ്ങനത്തെ ഒരു നിക്കാഹായിട്ടിക്കര് ഇണ്ടിപ്പ സമുദായത്തിനിടയിൽ നടന്നുകൊണ്ടുണ്ടു. നിങ്ങൾ നോക്കൂ, ഖുർആന്റെ നിയമത്തെ വലിച്ചെറിഞ്ഞിട്ടായിട്ടിക്കര് നടന്നുകൊണ്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബ് ആയത്ത് നമ്പർ 59 ആയിട്ടിക്കര് വെളിപാട്ടിയം പെണ്ണിങ്ങ അങ്ങനെ തലയും മറക്കണു, മുഖവും മറക്കണു. ആൾമാരുടെ മുതലു, ആണിങ്ങളെ മുതലു, അന്യ ആണിങ്ങളെ മുതലു ഒരിക്കലും മുഖം തുറന്ന് നടക്കണം കുത്തിയറാം, അതേപോലെ മുടി തുറന്ന് നടക്കും തീരാ ചെന്നിട്ടു. ഇത്രയും കർശനമായ ഇസ്ലാമുടെ നിയമ, ഇത്രയും കർശനമായ ഖുർആന്റെ നിയമത്തെ ആയിട്ടിക്കര് വലിച്ചെറിഞ്ഞിട്ട് ഇണ്ടിപ്പ മങ്ങിലത്തോടെ നടക്കുന്ന അനാചാര പച്ച ഹറാമായിട്ടിക്കര് മങ്ങിലത്തോടെ യാർത്ത മുതലും നടന്നുകൊണ്ടുള്ളത്. ഞങ്ങളെ കുടുംബത്തിൽ ഇടീ ദുനിയാവ് പേരിടും ഞങ്ങളെ കൊണ്ട് സാധ്യമല്ല. ഇടീ ദുനിയാവ് പേരിടുന്നു ആരെ കൊണ്ടും സാധ്യമല്ല. പിന്നമാ ഞങ്ങളെ ഔത്ത് ഞങ്ങൾ ജാഗ്രതയാക്ക, ഞങ്ങളെ പെങ്ങന്മാരെ ഞങ്ങൾ ജാഗ്രതയാക്ക, ഞങ്ങളെ ഔത്തങ്ങൾ ഞങ്ങൾ ജാഗ്രതയാക്കൊണ്ടു. അറ്റ്ലീസ്റ്റ് അത്രയും ഞങ്ങളെ കൊണ്ട് അവിടെ ഉണ്ടായെങ്കിൽ അതാക്കൃതായിട്ടിക്കൂ. ഇന്നത്തെ കാലത്തില് ഞങ്ങ ഈ ദീനവിനായിട്ടാക്കുന്ന ഏറ്റവും വലിയ സേവനം അതായിട്ടിക്കൂ. ഇടീ കുടുംബത്തിൽ ചെന്നുണ്ടായെങ്കിലും കേട്ടിട്ടുണ്ടായെങ്കിലും അതുകൊണ്ടിട്ടു ഞങ്ങളെ മനസ്സുകൊണ്ടിട്ടായെങ്കിലും ഞങ്ങൾ വരുത്തുണ്ടായെങ്കിൽ പടച്ചുറ ബദൽ കൂലിതണ്ടയില് യാതൊരു സന്ദേഹമേ ഇല്ല, യാതൊരു സംശയമേ ഇല്ല. കാരണം എന്താ ചെന്നുണ്ടായെങ്കിൽ ആ ചൊല്ലോ. കാരണം ഇണ്ടിപ്പ അൻസാരിയായ പെണ്ണിങ്ങ, മദീന നിവാസിയായ പെണ്ണിങ്ങ ആ ഒരു ആയത്തി ഇറങ്ങിയപ്പ എത്ര മാത്രമായിട്ടിക്കറാറ് അങ്ങനെ മുഖത്തെയും ആ മുടിനെയും അങ്ങ് ജാഗ്രതയാക്കിയാറ് ചൊല്ലതായിട്ടിക്കറ്. കാരണം എന്ത് റബ്ബുരൊട്ടികള് തീർച്ചയായിട്ടിക്കറ്. ഇണ്ടിപ്പ ഞങ്ങളെ പെണ്ണിങ്ങ റബ്ബുരൊട്ടികളിൽ അത്രയും ദൂരായിട്ടിക്കറ്. ഞങ്ങ അള്ളാഹുരൊട്ടിಗೆ തിരിച്ചുണ്ടു ഖുർആന്റെ ഞങ്ങൾ അംഗീകരിക്കുന്ന ആൾമാർ ഖുർആന്റെ തിരിച്ചറിയിക്കാൻ ചെന്നിട്ടു ചൊല്ല മാത്രം ಹೊರತು ഖുർആനായിട്ട് ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാത്ത കാരണത്തിലായിട്ടിക്കറ് ഹലാഖു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തെ ഏറ്റവും വലിയ ഹലാക്ക് ചെയ്ത് ചെന്നിട്ടുണ്ട്. വിധങ്ങൾ ചെന്നു വസ്തുഹിബ്ബ ബിൽ ഖുർആൻ, ഖുർആന്റെ ഇൻസൾട്ട് ആക്കി നടക്കുന്നു തുടങ്ങിയാർ, ഖുർആന്റെ വിരോധമായിട്ട് നടക്കുന്നു തുടങ്ങിയാർ. ഇത് തന്റെ സമുദായത്തിൽ വന്ന് ഏറ്റവും വലിയ ഹലാക്ക് ചെന്നിട്ടായിട്ടിക്കരും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഞങ്ങളെ മുതൽ പഠിപ്പാടിപ്പിച്ചിട്ട്. അപ്പൊ ഖുർആൻ ഞങ്ങൾ നല്ലവനുകുള്ള ഗ്രന്ഥായിട്ടിക്കര്. ഖുർആന്റെ ആയത്തൊന്ന് കേൾക്കുമ്പോത്തുക അത് ഞങ്ങളുടെ ജീവിതത്തിൽ നല്ലവനുകുള്ള ഓരോ സൂറത്തുങ്ങായിട്ടിക്കര്, ഓരോ ആയത്തുങ്ങായിട്ടിക്കര്. ഇങ്ങനെ നോക്കൊരു മഹാനായ ഒരു സംഭവം ചൊന്നാണ് പാട്ടെ. ഫുളൈൽ ഇബ്നു ഇയാൽ ചൊന്നുണ്ടായെങ്കിൽ ഒരു കാലത്തില് ആൾമാരുടെ വെറും വേണ്ടാത്ത ആളായിട്ട് ജീവിച്ച ഒരു മനുഷ്യായിട്ടിക്കര് ഫുളൈൽ ഇബ്നു ഇയാൽ റളിയല്ലാഹു അൻഹു. ഒരു കാലത്തിൽ അങ്ങനെ ജീവിച്ച ആളായിട്ടിക്കര്. അയാള് ഒരു നാൾ അയാൾ ചൊല്ലുടെ, അയാൾ സ്റ്റോറിയിൽ ചൊല്ലുടെ, ഒരു നാള് തന്റെ മുറ്റത്തെ പെണ്ണിടുന്നാണ് പ്രസവിച്ച. അങ്ങനെ പ്രസവിച്ചിട്ട് മാത്രമല്ല അവളായിട്ട് നാണ് ചെന്ന് ഇണ്ട് ജാവുകു നാണ് അവർക്ക് പണ്ടാ ചെന്നിട്ട് നാണ് ചെന്ന് അങ്ങനെ ജാവുകു പാതിരാജാവായിട്ടാകുമ്പോത്തുക നാനെന്താക്കിയ 6 മില്ലാണ്ടാകുമ്പോത്തുകു അങ്ങനെ പാതിരാജാവുമ്പോത്തുകു ഞാൻ 6 മില്ലാത്ത ടൈം നോക്കിയിട്ട് അങ്ങനെ കമ്പൗണ്ട് ഇങ്ങനെ പത്തിയതാണ്. കമ്പൗണ്ട് 19 മുട്ടത്തൗത്ത് ഒരാളിങ്ങനെ ഖുർആൻ ഓതിയിട്ടുണ്ട്. എങ്ങനെ ആ പെണ്ണിട്ടികയിൽ ചൊന്നരു ചൊന്നരു
ನಾನು ಇಂటి ಜಾವ ಬಂಡ ಇತರ ಗಂಟೆಗೆ ಬಂಡ ನೀ ರೆಡಿ ಆയിട്ടിಕೊಂಡು ಎಲ್ಲ ವ್ಯವಸ್ಥೆ ಆಗಿ വെച്ചിரு മാത്രല്ല ഇയല് ആ കമ്പൗണ്ട് ഇങ്ങനെ 10 ഇമാം ഖുർതുബി റളിയല്ലാഹു അൻഹു തഫ്സീറിൽ ചൊല്ലുന്ന വിഷയമായിട്ടിരിക്കും അങ്ങനെ 10 19 ആയിട്ടിരിക്കും ഇതിൽ ഖുർആൻ സൂറത്തുൽ ഹദീദ് ആയത്ത് നമ്പർ 16 ആയിട്ടിരിക്കും ഇതിൽ കേക്കടെ അലം യഅനി ലിൽ ലദീന ആമനു അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹ് കേട്ട ഇത്ര മാത്രമായിട്ടിരിക്കും കേട്ട ഇതൊരു ആയത്ത് മാത്രമായിട്ടിരിക്കും എന്തിനായിട്ട് അലം യഅനി ലിൽ ലദീന ആമനു അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹ് അല്ലാഹുവിന്റെ വിശ്വാസമുള്ള ആൾമാർക്ക് അങ്ങനെ അള്ളാഹുടെ പേടിക്കുറവില്ലേ ടൈം മുട്ടായിട്ടില്ലേ അള്ളാഹുടെ പേടിക്കുറവില്ലേ ടൈം അങ്ങ് മുട്ടായിട്ടില്ലേ ചൊല്ല് അർത്ഥമുണ്ട് ഈ ഒരു ആയത്ത് ഇങ്ങനെ കേൾക്കലോട് കൂടെ ഇല്ല അയല് സ്റ്റെപ്പ് അയൽ പിന്നെ മുന്നിൽ വെച്ചില്ല അയൽ പിന്നെ അയൽക്കുള്ള എത്ര മാത്ര ആ കമ്പൗണ്ട് കീഴ്ത്തുള്ളത് മാത്രമായിട്ടിക്കര് അയൽ ചൊല്ലു ഇല്ല നാനെന്താക്കിയാ ചൊന്നെങ്കിൽ വെച്ച സ്റ്റെപ്പ് നാൻ പിറവെടുത്ത എന്നിട്ട് ആ സൗണ്ട് കേട്ടിട്ടാമത്തോ നാൻ ചൊന്ന ബല വല്ലാഹി ഖദ് ആൻ ബല വല്ലാഹി ഖദ് ആൻ പടച്ച റബ്ബേ ഇല്ല നന്റെ മനസ്സുഖം നിന്റെ പേടിയുടെ ആ ടൈം നക്കും എത്തി പോയിട്ട് ഇല്ല റബ്ബേ ഞാൻ ഇതിന്റെ മുന്നിൽ വണ്ടില്ല നാന് ഇനി ഇതിക്ക് പോണ്ടില്ല പടച്ച റബ്ബുടെ ഖുർആനൊക്കെ കേട്ടിട്ടല്ലേ ഇനി നാണ് നിന്റെ സ്റ്റെപ്പ് മുന്നിൽ വയ്ക്കില്ല ചൊന്നിട്ടു എന്നിട്ടാ സുബ്ഹാനല്ലാഹ് അയാൾ എന്താക്കി ചൊന്നെങ്കിൽ അയാളെ ചരിത്രം ചൊല്ലു അല്ലാഹുമ്മ ഇന്നി കത്തുബ്തു ഇലൈക റബ്ബേ നിന്റെ ഈ ആയത്ത് കേട്ടാൽ പിന്നെ ഇനി നാണ് മുന്നിൽ വയ്ക്കില്ല നിന്റെ കാലം നാനിതാ തൗബാക്കിയ മാത്രല്ല വജഅൽതു തൗബതി ഇലൈക ജിവാറ ബൈതിക്കൽ ഹറാം അയൽ പിന്നെ അയല് കഅബ ശരീഫിടെ അവിടെ മുട്ടത്തെഞ്ച് പോയിട്ടില്ല ചൊന്നിട്ടായിട്ട് ചരിത്രം ചൊല്ലും അയൽ പിന്നെ അയലെ തൗബത്തെ ഭാഗമായിട്ട് കായബത്തെ മുട്ടുതിട്ടില്ല കായബത്തെ മുട്ടിട്ടു അയൽ കളിച്ചില്ല എല്ലാ നാളും കായബത്തോടെ മേൽ ദിച്ചിട്ട് ചൊന്നിട്ടായിട്ട് ചരിത്രം ചൊല്ലുണ്ടായെങ്കിൽ ഇതായിട്ടിക്കര് ഈമാണ് ചൊല്ലത് ഇതായിട്ടിക്കര് ഇത്രയും നല്ല വ്യഭിചാരത്തുകൾ എല്ലാ വ്യവസ്ഥയുമേൽ കണ്ടിട്ട് പോലും ആ ടൈമില് അയാൾ കേൾക്കണെന്തിരെ സൂറത്തുൽ ഹദീദിരെ 16 ഒരു ആയത്ത് കേൾക്കുമ്പോഴായിട്ടിക്കര് അയാള് വെച്ച സ്റ്റെപ്പ് അയാൾ ബാക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഖുർആൻ ഇട്ടുകളിൽ പിറുസായിട്ടിക്കര് ആ റബ്ബുടെ പലക്കത്തൊട്ടുകളിൽ പിറുസായിട്ടിക്കര് അല്ലാഹു തആല അങ്ങനെയുള്ള കൽബ് അല്ലാഹു നിങ്ങൾക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ആ റബ്ബുടെ പലക്ക കേൾക്കുമ്പോഴത്തേക്കു പടച്ച റബ്ബേ എപ്പോഴും ഞങ്ങളെ കൽബുക്ക് നീ പേടിയിട്ട് തരണം റഹ്മാനെ പടച്ച റബ്ബേ പേടിയും ആ സ്വർഗത്തെ ആ പ്രതീക്ഷയോടുകൂടെ ജീവിക്കുന്ന നല്ല മുഅ്മിനീകളെ കൊടുത്തല് അള്ളാഹു നീ ഞങ്ങൾ എല്ലാരെയും ഉൾപ്പെടുത്തുന്നു റഹ്മാനെ നിന്റെ ഖുർആനുക്ക് തദ്വിറുദ്ധായിട്ട് നടക്കറേ ആ വിഭാഗത്തിൽ ഞങ്ങൾ ആരെയും നീ പെടുത്തേണ്ട റഹ്മാനെ ഖുർആനുക്ക് എതിരായിട്ട് നടക്കറേ ഒരു ജീവിതവും നിനക്ക് ആർക്കും തരാണ്ട് നീ ഇഷ്ടപ്പെട്ടിട്ട് ജീവിക്കരേ നീയും പിർസവിക്കരേ ആ ഒരു ജീവിതത്തിൽ ഞങ്ങൾ നീ അനുഗ്രഹിക്കണം റഹ്മാനെ നിന്റെ പരിശുദ്ധ ഖുർആൻ ചൊല്ല് ഇബാദുർ റഹ്മാൻ നന്റെ ദാസന്മാർക്കുള്ളേ ആ സിഫത്തുള്ളേ മുഅ്മിനീകളെ കൂട്ടത്തില് അല്ലാഹു നീ ഞങ്ങൾ എല്ലാരെയും ഉൾപ്പെടുത്തുന്നു റഹ്മാനെ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.